എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചുമമരുന്നിനെക്കുറിച്ചും ചുമമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ടെക്നിക്കൽ ഗൈഡ് ലൈനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചുമമരുന്നുകളുടെ ഉപയോഗം ടെക്നിക്കൽ ഗൈഡ് ലൈൻ പുറത്തിറക്കി ആരോഗ്യ വകുപ്പ്. കുട്ടികളിലെ ചുമയുടെ ചികിത്സയും ചുമമരുന്നുകളുടെ ഉപയോഗവും സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് സാങ്കേതിക മാർഗനിർദ്ദേശം പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിന് പുറത്ത് ചുമമരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾ മരിച്ചുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇത് സംബന്ധിച്ച് പഠിക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്തിന് പ്രത്യേകം ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുള്ളത്. ചികിത്സിക്കുന്ന ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ഫാർമസിസ്റ്റുകൾ, പൊതുജനങ്ങൾ എന്നിവർക്കായുള്ള സമഗ്ര മാർഗരേഖയാണ് പുറത്തിറക്കിയത്. എല്ലാവരും ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ചുമയുടെ ക്ലിനിക്കൽ സമീപനവും മാനേജ്മെൻറ്റും പലതരം ചുമകളും രോഗലക്ഷണങ്ങളും വിട്ടുമാറാത്ത തുടർച്ചയായുള്ള ചുമയ്ക്കുള്ള സമീപനവും ചുമയുള്ള കുട്ടിയുടെ ക്ലിനിക്കൽ പരിശോധന, ചുമയുമായി എത്തുന്ന കുട്ടികൾക്കുള്ള പരിശോധന, കുട്ടികളിലെ ചുമയുടെ നിയന്ത്രണം, കുട്ടികളിലെ ചുമ ചികിത്സിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഔഷധേതര പ്രാഥമിക നടപടികൾ, ഡോസേജും സുരക്ഷാ പരിഗണനകളും, കേരള ഡ്രഗ്സ് കൺട്രോളർ പുറപ്പെടുവിച്ച സർക്കുലർ വഴിയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ, ഫാർമസിസ്റ്റുകൾക്കുള്ള നിർദ്ദേശങ്ങൾ, പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിവയാണ് ടെക്നിക്കൽ ഗൈഡ് ലൈനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാതാപിതാക്കളും പരിചരിക്കുന്നവരും കുട്ടികൾക്ക് സ്വയം ചികിത്സ നിശ്ചയിക്കരുത്. ഓരോ കുഞ്ഞിൻ്റെയും പ്രായവും തൂക്കവും നോക്കിയാണ് ഡോക്ടർമാർ മരുന്ന് കുറിക്കുന്നത്. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടികൾ പ്രകാരമുള്ള മരുന്നുകൾ യോഗ്യതയുള്ള ഒരു ആരോഗ്യ സംരക്ഷണ ദാതാവിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം നൽകേണ്ടത്. ഡോസേജ് കൂടാനായി പാടില്ല. ചില മരുന്നുകളുടെ അനുചിതമായ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന എല്ലാ കഫ് സിറപ്പ് ഉൽപ്പന്നങ്ങളും ശരിയായ നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഡൈഎത്തിലീൻ ഗൈക്ലോൾ, എഥീലീൻ ഗൈക്കോൾ പോലുള്ള ദോഷകരമായ മാലിന്യങ്ങൾ ഇല്ലാത്തതുമായിരിക്കണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുത്. കഫ് സിറപ്പ് അത്യാവശ്യമാണെങ്കിൽ പ്രത്യേകം വിലയിരുത്തിയതിന് ശേഷം മാത്രം നൽകുക. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പൊതുവിൽ കുട്ടികളിൽ അത് ഒഴിവാക്കുകയാണ് നല്ലത്. ക്ലിനിക്കൽ വിലയിരുത്തലിന് ശേഷം പ്രത്യേക നിരീക്ഷണത്തോടു കൂടി നൽകുക. 5 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പ്രത്യേക വിലയിരുത്തലിന് ശേഷം നൽകുക. ചെറിയ കാലയളവിൽ ചെറിയ ഡോസിൽ മാത്രം നൽകുക. ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശങ്ങൾ ഫാർമസിസ്റ്റുകൾ കൃത്യമായി പാലിക്കണം. കുട്ടികൾക്കുള്ള മരുന്ന് നൽകുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. കാലാവധി തീർന്ന മരുന്നല്ലെന്ന് ഉറപ്പുവരുത്തണം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ സർട്ടിഫിക്കറ്റുള്ള നിർമ്മാതാക്കളിൽ നിന്ന് മാത്രമേ മരുന്നുകൾ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. പൊതുജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ചുവടെ ചേർക്കുന്നു. നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ചുമ ഒരു രോഗമല്ല, ഒരു ലക്ഷണമാണ്.
അതിനാൽ സ്വയം മരുന്ന് കഴിക്കരുത്, സ്വയം ചികിത്സ പാടില്ല. ചുമ സിറപ്പുകളോ ഫോർമുലേഷനുകളോ ആവശ്യപ്പെടരുത്. ശിശുരോഗ വിദഗ്ധൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രം ഉപയോഗിക്കുക. ബാക്കി വരുന്ന മരുന്നുകളും കാലഹരണപ്പെട്ട കുറിപ്പടികളും ഉപയോഗിക്കരുത്. ഒരു കുട്ടിക്ക് നിർദ്ദേശിക്കുന്ന മരുന്ന് ശിശുരോഗ വിദഗ്ധനെ സമീപിക്കാതെ മറ്റൊരു കുട്ടിക്ക് കൊടുക്കരുത്. ചുമയുള്ള കുട്ടികളിൽ നെഞ്ചുവേദന, ശ്വാസതടസ്സം, ചുമയ്ക്കുമ്പോൾ രക്തം വരിക, അമിതമായ ക്ഷീണം, അപസ്മാരം, സയനോസിസ് അല്ലെങ്കിൽ സെൻസോറിയത്തിൽ മാറ്റം വന്നാൽ ഉടനെ തന്നെ ശിശുരോഗ വിദഗ്ധനുമായി ബന്ധപ്പെടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നിർദ്ദിഷ്ട കാലയളവിൽ നിർദ്ദിഷ്ട അളവിൽ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പുതിയ മാർഗരേഖ അല്ലെങ്കിൽ ഗൈഡ് ലൈൻ. ഏവരും ഈ ഒരു മാർഗരേഖ പിന്തുടരാനായി ശ്രമിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് ചുമയ്ക്കുള്ള മരുന്നുകൾ നൽകുമ്പോൾ നിർദ്ദിഷ്ട സമയത്ത് നിർദ്ദിഷ്ട അളവിൽ മാത്രം നൽകാനായി ശ്രദ്ധിക്കുക. വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.